അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആക്ച്വലി ഞാൻ ഇന്ന് എൻ്റെ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നിന്നതായിരുന്നു കേട്ടോ. ഇൻഷാ അള്ളാ ഈ ഒരു വീഡിയോക്ക് ശേഷം ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കമൻസും മെസ്സേജസും ഒക്കെ പാടെ കണ്ടപ്പോഴേക്കും എൻ്റെ റിലേ പോയി. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഐ എം റിയലി വെരി സോറി. ഇന്നലെ നമ്മൾ ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈവിലായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷവതിയായിരുന്നു. ഒപ്പം തന്നെ ഞാൻ ഭയങ്കര എമോഷണലും ആയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ എനിക്ക് സങ്കടം വന്നാൽ, സന്തോഷം വന്നാൽ, എമോഷണൽ ആയാൽ എല്ലാം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ വേഗം പോയിട്ട് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു ഹാബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കാലം വരയ്ക്ക് ഇതുവരയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇസ്ലാമിക് സ്കോളറല്ല. ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മുജാഹിദാണെന്നോ, ഞാൻ സുന്നിയാണെന്നോ, ഞാൻ ജമാഅത്ത് ഇസ്ലാമി ആണെന്നോ, ഇതൊന്നും ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു ഹ്യൂമൻ എംപവർമെൻറ്റ് ട്രെയിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ എംപവർമെൻറ്റ് കോച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എവിടെയും ഞാൻ കൊടുത്തിട്ടില്ല ഞാനൊരു റിയാക്ഷൻ വ്ളോഗറാണെന്നോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക് സ്കോളറാണെന്നോ, അങ്ങനെ ഒരു പ്രൊഫൈലും ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല. ഇത് ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, ആ ഒരു ലൈവിനിടയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, 1 മിനിറ്റ് സ്പേസ് ഗ്യാപ്പ് ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് ശുക്രിൻ്റെ സുജൂദ് ചെയ്തു. അതിനർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ വന്നിട്ട് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കുറച്ച് നന്മകൾ മറ്റുള്ളവരിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഐഷുത്ത എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ എന്നാലാവുന്ന കുറച്ച് നന്മകൾ ഞാൻ ആളുകൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞാനൊരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിം ഇസ്ലാം മത റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നുള്ളതുള്ളൂ. അതായത് ഞാനൊരു ബിലീവറാണ്. അതിൻ്റെ അർത്ഥം എന്താ പറയുക, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വരില്ല എന്നല്ല. എൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ വന്നാലും ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളും അവനവനറിയുന്ന ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അവരവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഫേസ് കാണിച്ച് ചെയ്ത വീഡിയോ, നീ മുഖം കാണിച്ച് ചെയ്ത വീഡിയോക്ക് ഒരു 1 lakh സബ്സ്ക്രൈബർ ആയതിനാണോ നീ ശുക്രിൻ്റെ സുജൂദ് ചെയ്ത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന സമയത്തും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകളുടെ ശബ്ദം ഔറത്താണെന്നുള്ളത്. നീ അങ്ങനെ വീഡിയോ ചെയ്യണ്ട, നീ എന്തിനാണ് അങ്ങനെ വീഡിയോ ചെയ്യുന്നത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് തന്നെ ഹറാമാണെന്ന് നിനക്കറിയില്ല, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ, പകുതിക്ക് നിട്ട് പോകരുത് പ്ലീസ്. അതായത് ഇപ്പോൾ മുൻകൈയും മുഖവും ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതേ സെയിം സെൻസിൽ പറയുന്ന ഒരു കാര്യമാണ് വേറെ കുറേ കൂട്ടർ പറയുന്ന ആൾക്കാരാണ്, നിക്കാബ് അതായത് കണ്ണൊഴികെ ബാക്കിയുള്ള മുഴുവൻ ഭാഗവും കവർ ചെയ്യണമെന്ന് പറയാറുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, സ്ത്രീ മുഴുവനായിട്ടും അവളുടെ ശബ്ദം അടക്കം ഔറത്താണ്, അതുകൊണ്ട് ഇതൊന്നും ശബ്ദം പോലും പുറത്ത് കാണിക്കരുത് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നാട്ടിൽ പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഇട്ടിട്ടും നിക്കാബ് ഇട്ടിട്ടും ഷോൾ ഇട്ടിട്ടും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും അവരുടെ ബെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാരും വിശ്വാസികളല്ലാന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ ആളല്ല. കാരണം അവരുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എത്രമാത്രമാണെന്നുള്ളത് അവർക്കും അള്ളാഹ്ക്കും മാത്രം അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഒരു എൻ്റെ കോൺസെപ്റ്റിൽ എൻ്റെ ലൈഫിൽ ഒരു നല്ല കാര്യം സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ റബ്ബിൻ്റെ അടുത്ത് പോയിട്ട് ശുക്ർ സുജൂദ് ചെയ്തു എന്നുള്ളതാണ്. അത് ലൈവ് ആയതുകൊണ്ട് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ കാണൂല. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് അവിടെ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയത്. അത് തെറ്റാണോ അല്ലേന്ന് എനിക്കിപ്പോഴും അറിയില്ല. തെറ്റാണെങ്കിൽ ഐ എം റിയലി വെരി സോറി. ഞാൻ പൊതുസമൂഹത്തിലോട്ട് നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളി, നിങ്ങൾക്ക് എല്ലാവർക്കും 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ശുക്രിൻ്റെ സുജൂദ് ചെയ്തോളി എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് തോന്നിയെങ്കിൽ ഐ എം റിയലി വെരി സോറി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സുന്നിയാണോ മുജാഹിദാണോ, ഞാൻ പള്ളിയിൽ പോയതായിരുന്നു വിഷയം ഉണ്ടായിരുന്നത്. പൊന്നു മക്കളെ, ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സുന്നികളുടെ പള്ളിയിലാണ്. മുജാഹിദീങ്ങൾക്ക് മാത്രമല്ല പള്ളിയുള്ളൂ, ജമാഅത്ത് ഇസ്ലാമികൾക്ക് മാത്രമല്ല പള്ളിയുള്ളൂ. ഞാൻ മുൻകൈയും മുഖം ഒഴിച്ച് കാണിച്ച് വന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഷാള് മാത്രം ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഇത്രമാത്രം പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അതായത് ഞാനിങ്ങനെ ഒരു മുൻകൈയും മുഖം മാത്രം കാണിച്ചിട്ട് വരുമ്പോഴാണ് ഇവർ എന്നെ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിക്കാബീസാണ് കൂടുതൽ മുജാഹിദീങ്ങൾ തോന്നുന്നത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. കുറേയൊക്കെ വഹാബി എന്നൊക്കെ പറയുന്നുണ്ട്, മുജാഹിദാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ ആക്കി മാറ്റുന്നത്. ചിലർ വന്നിട്ട് സുന്നികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കൂല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ
അഹ്ലു സുന്ന വൽ ജമാഅത്ത് ഇസ്ലാം ജമാഅത്ത് എന്ന് പറയില്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയില്ലേ, അതിൻ്റെ അതായത് റസൂല് കാണിച്ചു തന്ന പാതയിലൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നടക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരല്പം അറിവേ ഉള്ളൂ. ആ അറിവിൽ എനിക്ക് നല്ല ഇത് സംഭവിക്കും. അപ്പോൾ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അത് ഞാൻ പഠിച്ചിട്ടുള്ള സൈക്കോളജി. ഇപ്പോൾ സൈക്കോളജി ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു ക്യാൻസർ ഉള്ള വ്യക്തിക്ക് അയാൾക്ക് ഒരു ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുക ആർക്കാണെന്ന് അറിയോ? ക്യാൻസർ ഉള്ള വ്യക്തിക്കും സംസാരിക്കാൻ പറ്റും, ക്യാൻസറിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഡോക്ടർക്കും സംസാരിക്കാൻ പറ്റും. അതേപോലെ ജസ്റ്റ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് വായിച്ചിട്ടുള്ള ഒരു സാമാന്യ വിവരമുള്ള ആൾക്കാർക്കും ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ അതേപോലെ ഈ ക്യാൻസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കും ക്യാൻസറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, അല്ലേ? ഡോക്ടർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പുറത്തുനിന്ന് കണ്ടിട്ട് വായിച്ചിട്ടും അറിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും അറിയാനുണ്ടാവും. അതേപോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറയുന്നതും. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ച ഡോക്ടേഴ്സ് വേറെ ഉണ്ട്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇസ്ലാം ഉള്ളതുകൊണ്ട്, ഞാൻ ദീനിനെ വിശ്വസിച്ച് നടക്കുന്നത് കൊണ്ട്, എൻ്റെ ഉള്ളിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രോഗി പറയണ ക്യാൻസർ ആകുമ്പോൾ ഇന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് വേറൊരു രോഗിക്ക് ഡിഫറെൻ്റ് ആവാം. ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, എൻ്റെ ചാനലിൽ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞത്, ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. ആ ഒരു ബേസിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യം പറയുന്നത്. സൈക്കോളജി ആയിക്കോട്ടെ, ദീനിയായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാനത് നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ്. ഇതെല്ലാം 100% സത്യമാണ്. ഇതെല്ലാം 100% നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകണം. അതൊന്നും ഞാനൊരു വേറൊരു വ്യക്തിയാണ്, നിങ്ങൾ വേറൊരു വ്യക്തിയാണ്. ഇതിൽ മേ ബി നടന്നേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തേക്കാം, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഇതിലെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പള്ളിയിൽ പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ പിടിച്ച് വഹാബിയാക്കി. ആക്ച്വലി ഞാനൊരു ഷോപ്പിങ്ങിന് പോയതായിരുന്നു. ആ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ആ ഷോപ്പിംഗ് മോളിലും അതേപോലെ ഒറ്റപ്പാലം ടൗണിലും ആയിട്ട് മഗ്‌രിബിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ സ്ത്രീകളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ സ്ത്രീകളുണ്ടായിരുന്നു. മഗ്‌രിബ് മുതൽ ഇശ വരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കയറി നിസ്കരിച്ച സമയത്ത് ഞാൻ മാത്രമേ അവിടെ നിസ്കരിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സ്ത്രീകൾ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, കാരണം സുന്നി പള്ളിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സുന്നികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ, ഇനിയിപ്പോൾ മുജാഹിദീങ്ങളോ ജമാഅത്തിങ്ങളോ ഒക്കെ ഉണ്ടാവും കേട്ടോ. പള്ളി കയറുമ്പോൾ അവർ സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്താണോ നോക്കുന്നതെന്ന് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇവരെല്ലാവരും അവിടെ കയറി നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തോട്ട് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഞാനും ഹസ്ബൻഡും മോനും പാടെ പള്ളിയിൽ പോകുന്നത് അവർ പോകുന്ന പള്ളിയിൽ ഞാൻ കയറി നിസ്കരിക്കാനില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും കൂടെ തിരിച്ചു വരുന്ന സമയത്ത് ഞാനത് മോർണിംഗ് വാക്കിന്, അതായത് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും ഹസ്ബൻഡും കുറച്ച് നേരം മോർണിംഗ് വാക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്, ഒരുമിച്ച് പോകുന്നതാണ്. അവർ നിസ്കാരം കഴിയുന്നവരെ ഞാൻ അവിടെ നിൽക്കണം, നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടന്നു വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവർ പള്ളിയിൽ പോകുമ്പോൾ ഞാനും പോകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർ പള്ളിയിൽ പോകുമ്പോൾ അവരുടെ കൂടെ ഞാനും പോയിട്ട് സുബഹി നിസ്കരിച്ചിട്ട് വരുമെന്നല്ല. ആൻഡ് ഇൻ കേസ് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പള്ളിയിലും ഇല്ല ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് നിന്ന് നിസ്കരിക്കുന്നത്, എൻ്റെ അറിവിൽ കേട്ടോ. അപ്പോൾ സുന്നികളുടെയോ ജമാഅത്തിലോ മുജാഹിദീങ്ങളോ എവിടെയും അങ്ങനെ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് സ്ത്രീകൾക്ക് വേറെ സെക്ഷൻ ഉണ്ട്, പുരുഷന്മാർക്ക് വേറെ സെക്ഷൻ ഉണ്ട്. യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം സുന്നി പള്ളികളിൽ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇതൊക്കെ. നിങ്ങൾ എന്താണ് ഇങ്ങനെ പള്ളിയിൽ പോകാൻ പറയുമ്പോഴേക്കും വേറെ എന്തൊക്കെയോ ആയിട്ട് ചിത്രീകരിക്കുക? എന്താ പറയുക, നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ? ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു ഇസ്ലാമിക് സ്കോളറാണെന്ന്. ഞാനൊരു മുസ്ലിം അല്ലേ. അപ്പോൾ എൻ്റെ വായിൽ ഇൻഷാ അല്ലാ മാഷാ അല്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ വരൂലേ? ഞാനൊരു മുസ്ലിം വിമണല്ലേ. അപ്പോൾ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ തോന്നൂലേ? ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഞാൻ ഫർള് നിസ്കരിക്കുന്നു. അപ്പോൾ എനിക്കതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരില്ലേ? എനിക്കൊരു സ്കീസോഫീനിയ ഉള്ള കുട്ടീനെ കാണുമ്പോൾ, ഒരു ഡിപ്രഷൻ ഉള്ള ആളെ കാണുന്ന സമയത്ത് എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റൂട്ടോ എന്ന് ഞാൻ അവർക്കൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ആ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളായിരിക്കണം. ഇത് 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ദീനിനെക്കുറിച്ച് സംസാരിച്ചുകൂടെ? അതിൻ്റെ അർത്ഥം ഞാൻ പെർഫെക്റ്റ് ആണെന്നാണോ? എവിടെയെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിരിക്കണോ ഞാൻ പെർഫെക്റ്റ് ആണെന്ന്? എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റും. ഇതെന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഞാൻ എത്ര കമൻറ്റ്സ് ഡിലീറ്റ് ആക്കിയെന്ന് പറയും. ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്ന സമയത്ത് ഇത് സുന്നികളോ മുജാഹിദീങ്ങളോ ജമാഅത്ത് ഇസ്ലാമികളോ മാത്രമല്ല കാണുക, അമുസ്ലിങ്ങൾ കാണും, സംഘികൾ കാണും, പച്ചയ്ക്കെടുത്ത് പറഞ്ഞാൽ സംഘികൾ കാണും, കള്ളുകൂടിയന്മാരും കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് അവർ എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയോ? ശരിക്കും സ്ത്രീകൾ ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ട്, ഫേസ് കാണിച്ചിട്ട് എന്താ പറയുക, മുൻകൈ മാത്രം കാണിച്ചിട്ട് ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന, ദീൻ പഠിച്ചിട്ടുള്ള ഹാഫിളീങ്ങളായിട്ടുള്ള അക്കാദമീസ് നടത്തുന്ന സ്ത്രീകൾ ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ട്. അവർ ദീനിനെക്കുറിച്ചാണ് പറയുന്നത്, അവരത് ചെയ്യുന്നുണ്ട്.
ഞാൻ പഠിച്ച സൈക്കോളജിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എൻ്റെ അറിവുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അവർ പഠിച്ചത് അവർ ചെയ്യുന്നു, ഞാൻ പഠിച്ചത് ഞാൻ ചെയ്യുന്നു. ഞാൻ എവിടെയും വന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നില്ല. ഞാനൊരു മുസ്ലിം വിമൺ ആയത് കാരണം കൊണ്ട്, ഞാനൊരു ഇസ്ലാമിക് സ്കോളർ ആവാൻ പോകുന്നത് കാരണം കൊണ്ട് ഇങ്ങനെ അങ്ങനെയല്ല. എന്നെയും കൊണ്ട് പറ്റുന്ന നന്മ അത് എൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു തരുന്നു. എൻ്റെ സംസാരത്തിലൂടെ പറ്റുമെങ്കിൽ സംസാരത്തിലൂടെ ചെയ്യുന്നു, പ്രവൃത്തിയിലൂടെ പറ്റുമെങ്കിൽ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ഒരു നാണവും മാനവും ഒളിപ്പും നോക്കാതെ ഞാൻ വന്ന് മാപ്പ് പറയാറുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും ഞാൻ വന്ന് മാപ്പ് പറയാറുണ്ട്. അത് ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ എൻ്റെ മാക്സിമം ചെയ്യുന്ന ഒരാളാണ്. ഈവൻ ദീനി പ്രഭാഷണങ്ങൾ ഭയങ്കര രീതിയിൽ, അതായത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുലോട്ട് അത്രയും അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന, അത്രയും നന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന നല്ല മുഅല്ലിമമാരുണ്ട് എൻ്റെ അറിവിൽ. അവരുടെ താഴെ പോയിട്ട് പോലും നിൻ്റെ ശബ്ദം ഹറാമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഇവർ ഈ വായിക്കുന്ന വോയിസ് ഹറാമല്ലേ, ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം അവരുടെ വോയിസ് ഹറാമല്ലേ എന്ന്. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കോൺസെപ്റ്റിനൊന്നും സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ മറുപടി പറയാൻ നിൽക്കാത്തതാണ്. പക്ഷേ ഇന്നലെ ഞാൻ ആ ഒരു സുജൂദും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അന്ന് നീ പള്ളിയിൽ പോയപ്പോൾ തന്നെ ഞാൻ സംശയിച്ചതാണ് നീ വഹാബിയാണെന്നുള്ളത്. ഞാൻ വഹാബികളുടെ പള്ളിയിലല്ല പോയത്, സുന്നികളുടെ പള്ളിയിലാണ് പോയത്. ഇപ്പം എനിക്ക് പൂർണ്ണ ബോധ്യമായി നീ വഹാബിയാണെന്നുള്ളത്. കാരണം നീ വീഡിയോയിൽ ഫേസ് കാണിച്ച് നീ ഇങ്ങനത്തെ ദീനൊക്കെ പറഞ്ഞിട്ട് നീ വീഡിയോയിൽ വന്നിട്ട് ചെയ്ത അതിന് നിനക്ക് 100K ആയപ്പോൾ നീ പോയിട്ട് സുജൂദ് ചെയ്തില്ലേ? സുജൂദല്ലേ ചെയ്തേ? ഞാൻ വേറെ എന്തെങ്കിലും ആണോ ചെയ്തേ? അത് എൻ്റെ സന്തോഷത്തിന് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഫേസ് കാണിച്ച് വന്നിട്ട് ഞാനൊരു അറിവ് പറഞ്ഞു തന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സുജൂദ് ചെയ്തതിൻ്റെ പാപഭാരം വഹിക്കുന്നത് എൻ്റെ ഖബറിലോട്ടാണ്. അത് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കാം, കുഴപ്പമില്ല. അത് ചെയ്തത് തെറ്റാണെന്നോ, ആ ഒരു ആക്ട് തെറ്റാണെന്നോ, അല്ലെങ്കിൽ ഐഷ നീ ഇപ്പോൾ 100 ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോൾ കയറി സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് പറയാം. അതൊരു കുഴപ്പമില്ല. പക്ഷെ നേരെ തിരിച്ച് ഞാൻ വഹാബിയാണ്, ഞാൻ മുനാഫിക്കാണ്, ആ ജാതി വർത്താനം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എന്താണെന്നുള്ളത് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ നിൽക്കുന്ന കാര്യമല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ അവിടെ? ശരി, പോട്ടെ. ഇനി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ ഞാൻ പറയണേ. ഇനിയിപ്പോൾ ഞാൻ ഫേസ് കാണിക്കുന്നത് ഹറാമാണ് എന്ന് നിങ്ങൾ തീർത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹറാമായ ഒരു പ്രവൃത്തി കാണുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമ് തന്നെയല്ലേ? അത് നിങ്ങൾ നോക്കിയിട്ട് കാണുന്നതാണ്. കാഷ്വലി നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പത്ത് വന്നിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ പറയണത് നിങ്ങൾ കേൾക്കിയെന്ന് പറയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് അത് നിങ്ങളെ തെറ്റല്ല, നിങ്ങൾക്ക് തിരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഡാറ്റ ചാർജ് ചെയ്ത് നിങ്ങൾ മൊബൈൽ മേടിച്ച് എൻ്റെ തംബ്നെയിലിൽ കാണുന്നുണ്ടാവും ഇങ്ങനെ ഇന്നൊരു കാര്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓപ്പണാക്കി ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ട് ഹറാമായ സമയം അത്രയും നിങ്ങളതിൽ ചിലവഴിച്ച് നിങ്ങളിട്ട കമൻറ്റ്, അപ്പോൾ അത് ഹറാമല്ലേ? അതായത് ഈ ലോകത്ത് നടക്കുന്ന, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഞാൻ കള്ളുടിക്കുന്ന ആൾക്കാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ബാറിൽ പോകുന്നതെന്നുള്ളത്, അങ്ങനെയാണോ? ഓക്കെ, എനിക്കിതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ് കേട്ടോ, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് എന്താ പറയുക, ഞാൻ ലൈവിലായിരുന്നു, എനിക്ക് സന്തോഷം തോന്നി, ഞാൻ ശുക്രൻ്റെ സുജൂദ് ചെയ്തു. അത് തെറ്റാണെങ്കിൽ എൻ്റെ ഭാഗത്ത് വന്ന വലിയ മിസ്റ്റേക്കാണ്. പിന്നെ ഇനി എന്നെ ആരും ദയവ് ചെയ്തിട്ട് മുജാഹിദോ സുന്നിയോ വഹാബിയോ മുനാഫിക്കോ ബാക്കിയുള്ള സാധനങ്ങളോ ഒന്നും ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാനും എൻ്റെ വിശ്വാസവും റബ്ബിലും എന്നിലും മാത്രം നിൽക്കുന്നതാണ്. പോരായ്മകളുള്ള സാധാരണക്കാരിയായിട്ടുള്ള, ഞാനൊരു ഇസ്ലാമിക് സ്കോളറോ മത പണ്ഡിതയോ ഒന്നുമല്ല, സാധാരണക്കാരിയായിട്ടുള്ള നിങ്ങളെപ്പോലെ എന്നെ എന്താ പറയുക നാട്ടിൽ കാണുന്ന മറ്റു മുസ്ലിങ്ങളെ പോലുള്ള സാധാരണ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിലെൻ്റെ വിശ്വാസങ്ങൾ വരും, എൻ്റെ ഫാമിലി വരും, അതേപോലെ തന്നെ എൻ്റെ തോട്ട്സ് വരും, എൻ്റെ അറിവുകൾ വരും, എല്ലാം വരും. കാണാൻ പറ്റുമെങ്കിൽ കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആരും ഫോഴ്സ് ചെയ്ത് പിടിച്ച് കൊണ്ടു നിർത്താറില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനാണ് പറയുക, ഉപകാരപ്പെട്ട കമൻറ്റ് ചെയ്യാനാണ് പറയുക. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഐ ആം റിയലി വെരി സോറി, വല്ലാണ്ട് മനസ്സിൽ കൊള്ളുന്നതുകൊണ്ടാണ്. നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മൈൻഡിനൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഉപകാരപ്പെട്ടിട്ടുണ്ടാകും. ഇത്രയും എനിക്ക് നിങ്ങളത് പറയണമെന്ന് വിചാരിച്ച സ്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എന്നുള്ളത് അതെൻ്റെ വായിൽ വന്നാണ് കേട്ടോ. ഐ ആം റിയലി വെരി സോറി. ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ നല്ലതാണെന്നുള്ള ഒരു വിചാരമില്ല. ഞാൻ നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നുള്ള ഒരു വിചാരം എനിക്കില്ല. ഞാൻ മോട്ടിവേഷൻ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. സൈക്കോളജി ഇന്നതാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഗൂഗിൾ ഇന്നതാണ് പറയുന്നത്, ChatGPT ഇന്നതാണ് പറയുന്നത്, സയൻസ് ഇന്നതാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ.
അത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, എനിവേ ഐ ആം റിയലി വെരി സോറി, നിങ്ങളെ മൂഡ് കളഞ്ഞു തോന്നുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് മോർണിംഗ് റുട്ടീനായിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.